ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം. തൃശ്ശൂർ നഗരത്തിൽ നിന്നും 63 കിലോമീറ്റർ അകലെയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടമുള്ളത്. ചാലക്കുടി പുഴയുടെ ഭാഗമാണത്. ചാലക്കുടിക്ക് കിഴക്കായി അതിരപ്പള്ളി പഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 25 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ ജലപാതം കാണാൻ നല്ല ഭംഗിയാണ്. വനത്താൽ ചുറ്റപ്പെട്ടതും ഒരുപാട് പക്ഷികളുള്ളതുമായ സ്ഥലമാണ്. കൂടാതെ എത്ര കണ്ടാലും മതി വരില്ല. അതാണ് മറ്റൊരു പ്രത്യേകത. മലയാളം, തമിഴ്, ഹിന്ദി സിനിമകളുടെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കൂടിയാണിത്. സൗത്ത് ഇന്ത്യയിലെ നയാഗ്ര എന്നും അതിരപ്പള്ളി വാട്ടർഫാൾസ് അറിയപ്പെടുന്നു. അവിടെ നിന്ന് കുറച്ച് പോയാൽ നമ്മുടെ വാഴച്ചാൽ, അതുപോലെ നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടം ഇതൊക്കെ കാണാവുന്നതാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അതായത് വെള്ളച്ചാട്ടം കാണാനായിട്ട് താഴേക്ക് പതിക്കുന്ന ആ വെള്ളച്ചാട്ടം കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ പോകുന്ന വഴി കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. കുറച്ച് കല്ലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ വഴിയാണ്. അത് നടന്നു പോകാനായിട്ട് ഇത്തിരി പ്രായമുള്ളവർക്കും അതുപോലെ കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ വ്യൂ നല്ല അടിപൊളി കിടു വ്യൂ ആണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ അതിൻ്റെ അടിയിലേക്ക് പോയാൽ നമ്മൾ പിന്നെയും പോകാൻ തോന്നുന്നൊരു തരം ടെൻഡൻസി ഉണ്ടാവും. കുറച്ച് പേർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് പറഞ്ഞെങ്കിലും എല്ലാവരും ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് നടന്ന് നമ്മൾ കൂട്ടത്തോടെ പോകുമ്പോഴേക്കും ഒരു രസമാണല്ലോ. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളവിടെ താഴെ എത്തി. അവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചെറിയ ഓല കുടില് പോലെ, നമ്മുടെ പനയോല കൊണ്ട് കെട്ടിയിട്ടുള്ള കുടിലുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിരുന്ന് കാഴ്ചകൾ കാണാം. ഞങ്ങളൊരു 10 മണിക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു 12:30 ആയപ്പോൾ തിരിച്ചു കയറി കേട്ടോ. അത്രയും സമയം ഞങ്ങൾ അവിടെ തന്നെ ചിലവഴിക്കുകയാണ് ഉണ്ടായത്. രാവിലെ തന്നെ താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ക്ലൈമറ്റും അതുപോലെ തന്നെ നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടുന്ന ഒരു തരം ഒരു പ്രത്യേക വൈബായിരുന്നു അത് കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഇപ്പോൾ കണ്ടോ, ഇതൊരു ഭംഗിയാണല്ലേ. വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുന്ന കാണാനായിട്ട് എന്ത് രസമാണ്. ഞാൻ ഒരുപാട് തവണ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എത്ര തവണ പോയിട്ടുണ്ടെന്ന് എനിക്ക് എണ്ണാൻ പറ്റില്ല. അത്രയധികം തവണ ഞാൻ അതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോയിട്ടുണ്ട്. പക്ഷേ എത്ര കണ്ടാലും ഒരു പുതുമ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്തോ ഒരു പ്രത്യേകത. കാരണം ഞാൻ ആദ്യമൊക്കെ പോയപ്പോൾ ഇപ്പോൾ ഈ കിടക്കുന്ന കല്ലിൻ്റെ അവിടെയൊക്കെ നമ്മൾ ആ വെള്ളത്തിലൂടെയൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഇങ്ങോട്ട് നീങ്ങി പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ കെട്ടി മറച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേകതയാണല്ലോ അത്. അതായത് നമുക്കിനി ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ അവർ കെട്ടി മറച്ചിട്ടേക്കാണ്. അതായത് മഴക്കാലം സീസൺ കഴിഞ്ഞിട്ടില്ല. ഇനി വെള്ളം പറ്റുന്നതിനനുസരിച്ച് അവർ ചിലപ്പോൾ അങ്ങോട്ട് കയറ് മാറ്റി കെട്ടുമായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനായിട്ട്. പിന്നെ വെള്ളം തെറിക്കും. നമ്മൾ ആ അടുത്തൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയൊക്കെ വെള്ളം തെറിച്ചിട്ട് ആകെ നിറച്ച് വെള്ളമായിരിക്കും ക്യാമറയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോയില്ല. ആളുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നുള്ളൂ. ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ടൂറ് പോകുമ്പോൾ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗവും കുറേ പേരും കൂടിയൊക്കെ ആകുമ്പോൾ അതൊരു രസമാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബോറടിക്കും. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാലിൻ്റെ മുട്ടൊക്കെ വേദനിക്കും. അപ്പോൾ നല്ല രസമായിരുന്നു ഞങ്ങളുടെ ടൂറ്. കുട്ടികളെയൊക്കെ ഞങ്ങളിവിടെ പാറക്കല്ലുമ്പോൾ ഗേറ്റ് ഇരുത്തിയിരിക്കുകയാണ്. മോൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു താഴേക്ക് ഇറങ്ങാൻ. ഒരു 2 അടി നടന്നപ്പോഴേക്കും കാല് കഴിച്ചു. പിന്നെ ഞാൻ കുറേ എടുത്തു. പിന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ മാറി മാറി എടുത്തിട്ടാണ് ഞങ്ങൾ ഒരു കണക്കിന് താഴെ എത്തിയത്. അതുപോലെ തന്നെ മുകളിലേക്ക് കയറുമ്പോൾ അതിലും ബുദ്ധിമുട്ടാണ്, അറിയാലോ. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മുകളിലേക്ക് എങ്ങനെയോ എത്തിപ്പെട്ടു എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടിയാകുമ്പോൾ രസമാണ്. തൃശ്ശൂർ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് വീക്കെൻഡിലൊക്കെ ഒന്ന് പോയിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴാണ് അതിൻ്റേതായൊരു
സുഖമൊക്കെ കിട്ടുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലെ കാഴ്ചകൾ കുറേ ഉണ്ട്. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കിയില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ 2-3 ദിവസം മുമ്പ് നല്ല മഴ പെയ്ത കാരണം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് 50 രൂപയാണ് ചാർജ് അഡൾട്ടിന് കേട്ടോ. കുട്ടികൾക്കത് 10 രൂപയാണ്. അപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. ക്യാഷായിട്ട് അവർ സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചിലർ മേത്തിക്കും തലയിലേക്കൊക്കെ വെള്ളമായിട്ടുണ്ട്, അപ്പോൾ അവർ ഷാളൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലർ കുടയൊക്കെ ചൂടിയിട്ടാണ് ആ ഭാഗത്ത് നിന്നിരുന്നത് കേട്ടോ. ഞാൻ എൻ്റെ മൊബൈലിലേക്ക് വെള്ളമാവുന്നതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ മനഃപൂർവ്വം പോയില്ല, വെറുതെ എന്തിനാ മൊബൈൽ ചീത്തയാക്കുന്നതെന്ന് വിചാരിച്ചു. താഴത്തെ അട്ടിപ്പൊളി വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് കുറേയും കൂടി നേരം അവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പേഴ്സും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ചിലപ്പോൾ അടിച്ചു മാറ്റി കൊണ്ടുപോകും അവർ. അപ്പോൾ കണ്ടോ, ഫീഡിങ് വൈൽഡ് ലൈഫ് ഈസ് എ പനിഷബിൾ ഒഫൻസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പോകുന്നവർ അവിടെയുള്ള വായിക്കാനുള്ളതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചേക്കാം. പിന്നെ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോവാണ്. പിന്നെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്തിരി പ്രായമുള്ള ആൾക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കുട്ടികളെ പിടിച്ചിട്ട് ഇറങ്ങാന്ന് വെച്ചാൽ ചില കുട്ടികൾ നടക്കില്ല. എൻ്റെ മോള് എൻ്റെ മേത്തുനിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, നല്ല വാശിയായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ താഴേക്ക് നമ്മൾ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴേക്ക് കഷ്ടപ്പെട്ട് ഞാൻ ഇറങ്ങി. കണ്ടോ എന്തൊരു ഭംഗിയാണ് അല്ലേ, കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ടോ അവിടെ ഒരു കുടിലുണ്ട്, അത് പ്രളയത്തിൽ പോലും നശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, അത്രയും സ്ട്രോങ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. കണ്ടോ ഇവിടെ നിന്ന് കാണുമ്പോൾ എന്തൊരു ഭംഗിയാലേ. ഒരുപാട് ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ ക്യാമറയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ മൊബൈലിലായതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ കാണാൻ പറ്റും. നമുക്കൊരു ഐഫോണൊക്കെ മേടിക്കണം, ഭാവിയിൽ നല്ല വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇതൊക്കെ വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേ. അപ്പോൾ നമ്മുടെ വ്യൂ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, കിഡ് വ്യൂ അല്ലേ, നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. ഇനി തിരിച്ച് കയറേണ്ട ഒരു കാര്യം, അത് ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ നമ്മൾ കയറാൻ പോവാണ്. കണ്ടോ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചകളൊക്കെ അവസാനിച്ചു. നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ വാഴച്ചാൽ പോവാനായിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ അങ്ങനെ കുറേ നടന്ന് നമ്മൾ എൻട്രൻസിൽ തന്നെ തിരിച്ചെത്തും കേട്ടോ. നമ്മൾ വന്ന ആ സ്ഥലത്തേക്ക് തിരിച്ചെത്തും. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഇതിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.